ഒരു സ്റ്റൈൽ വന്നിരിക്കുന്നത് കോഴിക്കോട് സ്റ്റൈൽ ഉണ്ടാക്കിയ ഒരു അൽഫാമായിരുന്നു. അപ്പോൾ ഏത് കോസ്റ്റ്യൂമിൽ വരണം എന്നുള്ളത് നിങ്ങൾക്ക് കൂടി സജസ്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൂടി അഭിപ്രായം പറയാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ കോസ്റ്റ്യൂമിൽ നമ്മൾ വരും. എന്തായാലും അത് കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും തുണിയില്ലാതെ ഒന്ന് വരാൻ പറയരുത്. ഹലോ, നമ്മള് മുംബൈയിലാണ്. ഇപ്പൊ ജുഹു ബീച്ചില്. എന്തൊരു തിരുമാല. തീരുമാനാവും, ഫ്ലാറ്റ് തീരുമാനാക്കിയിട്ടേ നമ്മൾ വരുള്ളൂ. ഓ പിന്നെ ചെലവിലുള്ള കാശ് എന്തെങ്കിലും അക്കൗണ്ടിലോട്ടൊന്ന് ഇട്ട് തരണം. ഞാൻ ഏറ്റവും വഴി എടുത്തോളാം. ഓ അസ്സലാമു അലൈക്കും. ഒരു കല്ലും കൂടി. ഹലോ, അപ്പം നമ്മുടെ വീഡിയോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കോയിനെ ചൂടാൻ പോകാം കേട്ടോ. കോയിനെ ചുട്ടത് അത് അറബിയിൽ അൽഫാം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ അത് കോയിനെയാണ് ചൂടാൻ പോകുന്നത്. നല്ല അധ്വാനം ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ട പോലെ മേലണിഞ്ഞപ്പോഴൊക്കെ നല്ല വയർത്തും അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോയിനെ ചൂടാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്തിയിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കപ്പോൾ കോയിനെ ചൂടണണ്ടേ, കമോൺ. അപ്പോൾ നമുക്ക് കോഴി വന്നിട്ടുണ്ട്. നമ്മൾ വലിയ 2 കോയിനെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇറക്കണ വീഡിയോ നമ്മൾ എടുത്തില്ല. അതുപോലെ നമുക്ക് മസാലയ്ക്ക് നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, അതുപോലെ തക്കാളി ഉണ്ട്, വലിയ ഉള്ളി ഉണ്ട്, പിന്നെ മല്ലിയിലയും പൊതിനയും മസാല ഇട്ടുണ്ട്. ഒരു ഗ്രീൻ കളറ്, ഒരു പച്ച കളറ് എന്താ പറയുക, അൽഫാം കോഴി ചുട്ടതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കോഴിനൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. കോഴീനെ ഇങ്ങനെ വരഞ്ഞെടുക്കണം. ഇതിൽ മസാല കണ്ട് പിടിക്കണം. നമ്മുടെ കോഴീൻ്റെ ഉള്ളിൽ മസാല നല്ല പിടിച്ചാലാണ് അൽഫാം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഈ കോഴീനൊക്കെ ഒന്ന് ഇങ്ങനെ വരഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മസാലയൊക്കെ റെഡി ആക്കിയിട്ട് നമ്മളെ മസാല എന്ന് പറഞ്ഞാൽ കോഴിക്കോടൻ മസാലയാണ് നല്ലത്. ആരും ഇതുപോലത്തെ ഇങ്ങോട്ടൊന്നും നമ്മൾ കടയിൽ കഴിക്കാൻ കിട്ടിയിട്ടുണ്ടാവില്ല. ഈ മസാല വേണ്ടവർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നമ്മൾ ഇതിൻ്റെ മറുപടി തരും നിങ്ങൾക്ക്. അതുപോലെ വെളുത്തുള്ളി, കുറച്ച് പുതിന, മല്ലിയില. ഇത് ഒരു ഐറ്റംസ് ആഡ് ചെയ്യാണ്ട് പച്ചമുളക്. എന്നാൽ വീട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ ആഡ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അൽക്കുലത്താക്കി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് ഈ പരുവത്തിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാല ആക്കണം നമ്മുടെ കോഴിനെ. അപ്പോൾ ഇത് അങ്ങനെ വാരിയിട്ട് അങ്ങോട്ട് ഇടുക. നിങ്ങൾ എന്താ കജ്ജോണ്ട് ചെയ്യണമെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ കജ്ജ് നന്നായിട്ട് കക്കിയിട്ടുണ്ട്. നമ്മളിതിൽ പച്ചമുളക് എക്സ്ട്രാ നമ്മൾ അധികമായിട്ട് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ചിക്കൻ ചില്ലിയുടെ ഒരു പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ പൊട്ടിച്ചിരുന്നത് 10 റുപ്യേൻ്റെ ഒരു ആച്ചി ചിക്കൻ മസാല മാത്രമേ ഉള്ളൂ നമ്മളിതിൽ ഇടുന്നത്.
അതിടുക. അതിന് ശേഷം നമുക്ക് ഉപ്പിടാം. പിന്നെ നമുക്ക് വേണ്ടത് ഒലീവ് ഓയിലാണ് കേട്ടോ. ഇത് നമ്മുടെ അറബീൻ്റെ വീട്ടിലുണ്ടാക്കുന്ന സാധനമാണിത്. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങൻ്റെ നീരാണ് നമുക്ക് വേണ്ടത്. നാരങ്ങൻ്റെ നീര് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ചിക്കൻ കോഴിയൊക്കെ നന്നായിട്ട് ആ കുരുന്ന് വെക്കണ നിങ്ങൾ നോക്കണ്ട, അതൊക്കെ നമ്മൾ പെറുക്കും. ഇനി നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങ് തിരുമ്പി കൊടുക്കുക. ഉപ്പുണ്ടോ എന്ന് നോക്കാൻ മറക്കണ്ട. കുറച്ചും കൂടി ഉപ്പാണ് തള്ളി കയറ്റി കൊടുക്കും. പിന്നെ നമ്മൾ കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിരിക്കണം കോഴിക്കുട്ടന്മാരെ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മസാല അങ്ങോട്ട് തേക്കാൻ തുടങ്ങിക്കോളി. എല്ലാതും വാരി വിട്ടുകൊടുക്കുക. ഇങ്ങനെ എല്ലാം നമുക്ക് എല്ലാ കോഴിയും ഇതിനുള്ളിക്കിട്ടാക്കിയിട്ട് നമുക്ക് സെറ്റാക്കാം. എന്നിട്ട് നമുക്കിത് സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് നമ്മൾ അടുപ്പ് കത്തി സെറ്റാക്കണം. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ഇത് ഒന്ന് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിനൊക്കെ നമ്മൾ മസാല ആക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം നമുക്കൊരു 10-15 മിനിറ്റ് നല്ല എത്ര നേരം ഇത് ഇരിക്കണം അത്രയും നല്ല രുചിയായിരിക്കും കേട്ടോ അത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾക്ക് പുതിയ വെറൈറ്റി കുക്കിംഗ് കോഡ് വരും. അത് വെറൈറ്റി ഡ്രസ് കോഡിലായിരിക്കും വരും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം സ്റ്റൈൽ, കോഴിക്കോട് സ്റ്റൈലാട്ടോ. കോഴിക്കോടത്തെ ഭാഷ അങ്ങോട്ട് വല്ലാത്ത അറിയാത്തതുകൊണ്ട് നമ്മൾ അത് പറയണില്ല. ഇടയിൽ നമ്മളെ ഭാഷ കയറി വരും, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഏത് കോസ്റ്റ്യൂമിൽ വേണമെന്നുള്ളത് നിങ്ങൾക്ക് കൂടി സജസ്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൂടി അഭിപ്രായം പറയാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ കോസ്റ്റ്യൂമിൽ നമ്മൾ വരും. എന്തായാലും അത് കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും തുണിയില്ലാണ്ടൊന്നും വരാൻ പറയരുത്. ഏത് കോസ്റ്റ്യൂം ആണെങ്കിലും ആ കോസ്റ്റ്യൂമിൽ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് വരും, ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ ഇരിക്കട്ടെ. ഈ മൂടിൻ്റെ മുകളിൽ ഇരിക്കുന്നത് നോക്കട്ടെ, നമ്മൾ കഴുകി വൃത്തിയാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് അടുപ്പ് എത്തിക്കല്ലേ. എന്നാൽ നമുക്ക് അടുപ്പ് പത്ത് വെക്കാം. എല്ലാവരും വാങ്ങോ. നന്നായിട്ട് കത്തിപ്പിടിച്ചിട്ട് നമുക്ക് കരി അങ്ങോട്ട് കുത്തിക്കയറ്റണം. ആളിക്കത്തട്ടെ. എന്ത് വിധി ഇത്. ഞങ്ങളങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ലൈറ്റും സൂര്യനൊക്കെ അങ്ങോട്ട് അസ്തമിച്ചു. അപ്പോൾ ലൈറ്റ് ഇല്ല കേട്ടോ. ഇത് ഇഞ്ഞും കോഴി നമ്മൾ വെച്ചിട്ടില്ല. അപ്പോൾ ചാർക്കോൾ വാങ്ങിയിട്ടുണ്ട്. തീ കത്തിപ്പിടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളിട്ട് കൊത്തി സെറ്റാക്കട്ടെ. തിജ് നല്ലോണം കത്തിപ്പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഗ്രില്ല് വെച്ചിട്ട് അങ്ങോട്ട് ചൂടാക്കാം അല്ലേ. അപ്പോൾ ഞങ്ങൾ പോകുന്നോളിയും നല്ല ചൂട്, പെരുത്ത ചൂടുണ്ട് കേട്ടോ. അയ്യോ സെറ്റ്. നമ്മളിതിൻ്റെ മുകളിൽ ഒരു കല്ല് കയറ്റി വെക്കണം. അതിൻ്റെ മുകളിലും ഒരു കല്ല് കയറ്റി വെക്കണം. ബസ് അങ്ങനെ നമ്മുടെ ഈ തീ നല്ലോണം കത്തിയിട്ട് നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോഴി വെക്കാം. പറഞ്ഞല്ലോ നല്ല ലൈറ്റ്. ഇപ്പോൾ നോക്കിയൊക്കെ മൈരിബിൻ്റെ നേരമായി. മൈരിബ് നിസ്കരിച്ചിട്ടില്ല. ഇത് വെച്ചിട്ട് മൈരിബ് നിസ്കരിച്ചിട്ട് വരാം. അപ്പോൾ നമുക്കിത് അടിക്കടിക്ക് വെക്കല്ലേ. ഇന്ന് പോന്നോളി. അപ്പം നമ്മൾ കോഴീനെ ഓരോന്ന് വെക്കുന്നുണ്ട്. ചീച്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മളങ്ങനെ 6 പീസും ഒരു കൈത്ത് വെച്ചിട്ടുണ്ട്. കോഴീൻ്റെ കൈത്ത് വെച്ചിട്ടുണ്ട്. 6 പീസും കോഴീൻ്റെ കൈത്ത് വെച്ചിട്ടുണ്ട്. വേവട്ടെ. ഓ നല്ല ചൂടുണ്ട് കേട്ടോ. നരകത്തിൻ്റെ ചൂടാണെന്ന് തോന്നുന്നു. വെളിച്ചുണ്ടല്ലേ. ചൂട് പറഞ്ഞാൽ അസാധ്യ ചൂടാട്ടോ. രക്ഷയില്ലാത്ത ചൂടാണ്. അപ്പോൾ നമ്മൾ പെട്ടത് മറിച്ചിട്ട്, അപ്പോൾ അത് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. നല്ല ചൂടുണ്ടായിരുന്നു. ഓ പൊറുക്കൂല.
കോഴി വേവുന്നതും കാത്തിട്ടിരിക്കുകയാണ് നമ്മുടെ ഏട്ടൻ്റെ മോനാണ്. സൽമാനെ എന്താണിത്? ഇത് ചിക്കൻ. അങ്ങനെ നമ്മൾ കരിയും പുകയും കൊണ്ടിട്ട് എല്ലാ കോഴിയും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തിന്ന് ആർമാദിക്കണം. കുട്ടികളുണ്ട് കുറേ വെയിറ്റ് ചെയ്യണം. നമുക്ക് ഭയത്തെ കാണിച്ചാൽ തന്നില്ല. അപ്പോൾ ഇത് കരിയും പുകയും കൊണ്ട് നമ്മൾ ആകെ അൽക്കുലത്തയക്കണത്. അപ്പം നമുക്കിത് തിന്ന് നോക്കല്ലേ? ഓക്കേ. നമ്മുടെ കോഴി അങ്ങനെ റെഡി ആയപ്പോൾ നമ്മൾ പുറത്തുനിന്ന് പൊറോട്ട മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് അതൊക്കെ പാടെ സെറ്റാക്കി കൊടുക്കാം. കുട്ടികൾക്ക് അതിനേക്കും നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റാക്കല്ലേ എന്നാൽ? അപ്പോൾ നമ്മുടെ കോഴീൻ്റെയും പൊറാട്ടയും കോഴി ചുട്ടതും പൊറാട്ടയും റെഡി ആയിട്ട് പൊറാട്ടൻ്റെ കൂടെ നമുക്കൊരു കറി കിട്ടിയിട്ടുണ്ട്. കറി എന്ന് പറഞ്ഞാൽ അവിടെ എത്തിട്ടോ, അതാണ് സംഗതി. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റൈലിൽ വന്നിരിക്കുന്നത് കോഴിക്കോട് സ്റ്റൈൽ ഉണ്ടാക്കിയ ഒരു അൽഫാമായിരുന്നു. ചിക്കൻ ചുട്ടത് കോഴി ചുട്ടതായിരുന്നു നമ്മൾ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൽ ഏതിട്ടിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ നമ്മൾ ചെയ്തു തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളിത് അറ്റാക്ക് ചെയ്യട്ടെ. കുട്ടികളൊക്കെ പോയിട്ട് ഉറങ്ങിയിട്ട് കുറേ നേരം കാത്തി നിന്നിട്ട് പോലെ ഉറങ്ങി. അപ്പോൾ നമ്മളിത് തിന്ന് നോക്കട്ടെ. അച്ചോ അറ്റാക്ക് പൊറോട്ട അല്ല നമുക്ക് പ്രധാനം, കോഴിയാണ്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. തൗഫീഖ് അവിടെ വന്നിട്ട് തൗഫീഖാ വാ. സൂപ്പറായിട്ടുണ്ട്. നമ്മൾ തിന്ന് തീർക്കട്ടെ. കുറച്ച് കൊടുക്കുക, കുറവുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഇത്ര വേണ്ട, കുറച്ച് അപ്പുറം ഇപ്പുറം കൊടുക്കണം. നമ്മൾ തിന്നിട്ട് ബാക്കിയെല്ലാം കൊടുക്കുക. തിന്നാൽ കുറച്ച് വെച്ചിട്ട് ബാക്കി നമ്മൾ ഇന്ന് കൊടുക്കുക. ഇത് കിട്ടുന്നുള്ളൂ, ബാക്കി ചെമ്പിൽ വേറെയുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചേർക്കുക. സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ പറഞ്ഞ പോലെ ഏത് ഡ്രസ്സിൽ വരുന്ന കൂടെ പറയാം. അപ്പം നല്ല വീഡിയോ. ഇനി അടുത്തത് നമ്മൾ മീനാണ്. വലിയ തിമ്മീങ്കലം കൊണ്ടിട്ട് ചൂടാച്ചിട്ടാണ്. തിമ്മീങ്കലല്ലേ ഇത്, ഏതെങ്കിലും മീൻ കൊണ്ട് ചൂട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചേർക്കണം. ലൈറ്റൊക്കെ പോയിക്കണം, നിങ്ങൾ ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ. എന്താ ഉണ്ടായത്? ഹോട്ടലല്ല, നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിലാണ് വന്നിട്ട്. ചേച്ചി വൃത്തിയാക്കി വന്നിട്ട് വൃത്തിയാക്കി